പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്ന സാഹചര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമാലേഖനം 8-28 വാക്യം പൗലോസ് പറയാൻ കാരണം, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ, ദൈവം സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത് തിന്മയ്ക്കാണെന്ന് തോന്നിയാലും പിന്നീട് ദൈവം അത് നന്മയ്ക്കായി മാറ്റുവാനിടയായിരിക്കും. നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതം പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 22 തൻ്റെ ഏകജാതനായ മകനെ, താൻ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ യാഗം അർപ്പിക്കുവാൻ ദൈവം പറയുമ്പോൾ മടി കൂടാതെ യാഗം അർപ്പിക്കുവാൻ 3 ദിവസത്തെ വഴിദൂരം ചെന്ന് അബ്രഹാം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ഭവനത്തിന് മുന്നിൽ യാഗപീഠം ഉള്ളത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ 1 ദിവസത്തെ വഴിദൂരം ചെന്നാൽ മതി. എന്തുകൊണ്ടാണ് 3 ദിവസത്തെ വഴിദൂരം ചെന്നത്? അന്ന് അബ്രഹാമിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. പക്ഷേ പിന്നീട് തനിക്ക് മനസ്സിലായി അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. 2 ദിനവൃത്താന്തം 3-1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദ് യാഗം കഴിക്കാൻ വട്ടം കൂട്ടിയിരിക്കുന്ന സ്ഥലത്ത് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിപ്പിച്ച മോറിയ പർവ്വതത്തിൻ്റെ ആ സ്ഥലത്ത് നിന്ന് യാഗം കഴിക്കുവാൻ ദൈവം എന്തിനാണ് അബ്രഹാമിനോട് പറഞ്ഞതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അബ്രഹാം തൻ്റെ വംശാവലിയിൽ വരുന്ന ദാവീദ് അവിടെ യാഗം കഴിക്കുന്നു. അതിനുശേഷം ദാവീദിൻ്റെ മകനായ ശലോമോൻ അവിടെ ദേവാലയം പണിയാൻ തുടങ്ങുമെന്ന് അന്ന് അബ്രഹാമിന് മനസ്സിലായില്ല. പക്ഷേ അബ്രഹാം മരിക്കുന്നോടം വരെ ഒരുപക്ഷെ തനിക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. പ്രവാചകനായതുകൊണ്ട് ഒരുപക്ഷെ വെളിപ്പെട്ട് കാണാം. പക്ഷേ താൻ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ തനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പിന്നീട് തനിക്ക് മനസ്സിലായി കാണാം, ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് ദൈവം വെറുതെ ചെയ്യത്തില്ല. 2 ദിനവൃത്താന്തം 3-1 വായിക്കുമ്പോൾ, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ച സെയിം സ്ഥലത്താണ് ദാവീദ് അരവനയുടെ കളമെന്ന് കളം മേടിച്ച് ദാവീദ് എന്ത് ചെയ്തേ യാഗം കഴിക്കാനിടയായി തീർന്നു. അതേ സെയിം പ്ലേസിലാണ് ദാവീദിൻ്റെ മകനായ ശലോമോൻ അവിടെ ശലോമോൻ ദേവാലയം പണിയിടയായി തീർന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യം ഇന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലാവുക ദൈവിക പദ്ധതിയായിരുന്നെന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ ധൈര്യത്തോടെ അഭിമുഖീകരിച്ചാൽ പിന്നീട് നമുക്ക് മനസ്സിലാവും ദൈവിക പദ്ധതി നിയോഗവുമായിരുന്നു. ഇന്ന് എന്നെ ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം നമുക്കറിയത്തില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അസാധാരണമായ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ.